ഹലോ, നമ്മുടെ ഒക്കെ വീടിൻ്റെ മുകളിൽ ഇപ്പോൾ സോളാർ പാനൽ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ സോളാർ പാനൽ സ്ഥാപിച്ച് ഏകദേശം 6 മാസം അല്ലെങ്കിൽ 1 വർഷമൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ ഉൽപ്പാദനം ഓരോ ദിവസവും ആദ്യത്തെ ദിവസങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറയുന്നതായി കാണാറുണ്ട്. പലപ്പോഴും ഈ സോളാർ പാനൽ സ്ഥാപിക്കുന്ന പ്രൈവറ്റ് ഏജൻസികൾ അവർ അതിൻ്റെ കൃത്യമായ സർവീസിംഗ് നടത്തുന്നതിന് വേണ്ടി വരാതിരിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ വൈദ്യുതി ചാർജ് ഏറെ വർദ്ധിക്കുമ്പോൾ KSEBിയിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ ആ ചാർട്ട് നമുക്ക് കാണിച്ചു തരും. സോളാർ പാനൽ തുടങ്ങിയപ്പോൾ അത് സ്ഥാപിച്ചപ്പോൾ ഉണ്ടായിരുന്ന വൈദ്യുതിയുടെ അളവും പ്രൊഡക്ഷൻ വൈദ്യുതിയുടെ അളവും തുടർന്ന് 6 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്ഷൻ്റെ കുറവും നമുക്കവിടെ കാണാൻ കഴിയും. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ നമ്മുടെ സോളാർ പാനൽ നല്ല രീതിയിൽ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കുകളും അതുപോലെ തന്നെ മഴവെള്ളത്തോടൊപ്പം ഉണ്ടാകുന്ന അഴുക്കുകളും അതൊന്ന് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇടയ്ക്ക് നമ്മുടെ സോളാർ പാനലിൻ്റെ ആ മുകളിലത്തെ ഭാഗം നല്ലപോലെ ഏതെങ്കിലും ടൈപ്പിലെ തുണികൾ കൊണ്ടോ ഇത്തരത്തിലുള്ള ബ്രഷുകൾ ഉപയോഗിച്ചോ തുടച്ച് വൃത്തിയാക്കുകയാണെങ്കിൽ നമ്മുടെ സോളാർ പാനലിലൂടെ പ്രൊഡക്റ്റ് ചെയ്യുന്ന വൈദ്യുതിയുടെ അളവ് വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. കൂടാതെ നമ്മൾ ഈ പാനലിൻ്റെ വയറുകളിലോ കേബിളുകളിലോ ഒന്നും ടച്ച് ചെയ്യാതെ നല്ല രീതിയിൽ അത് തുടച്ച് വൃത്തിയാക്കുന്നതുകൊണ്ട് ഇതിന് യാതൊരു കുഴപ്പവും ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ പാനൽ തുടച്ച് കഴിയുമ്പോൾ എന്തുമാത്രം അഴുക്കാണ് ആ പാനലിൻ്റെ വെള്ളത്തിൻ്റെ അഴുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നല്ല രീതിയിൽ പാനൽ തുടച്ച് വൃത്തിയാക്കിയിട്ടുള്ളതാണ്. ഇനി നമുക്ക് അതിൻ്റെ ഉൽപ്പാദനം വർദ്ധിക്കുന്നത് നേരിട്ട് അനുഭവിക്കാൻ കഴിയും എന്നുള്ളതാണ്.